നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആൻഡ് ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. ഓക്കെ, ഞാൻ ഇന്നത്തെ ദിവസം ജസ്റ്റ് നോക്കാൻ പോകുന്നത്, ഓക്കെ, ഈ വാലന്റൈൻസ് ഡേന് ഇന്നത്തെ ദിവസം ഓക്കെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് എന്താ കിട്ടുന്ന മെസ്സേജസ് നോക്കാം. ഓക്കെ, അവരുടെ മനസ്സിൽ ഉള്ള തോട്ട്സ് അല്ലെങ്കിൽ യുനോ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ആൻഡ് ഞാനൊരു റെമഡി ആക്ച്വലി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അത് നിങ്ങൾക്ക് മെമ്പർഷിപ്പിലാണ് അത് അവൈലബിൾ. മെമ്പർഷിപ്പിൽ ഉള്ളവർക്ക് ഞാൻ കുറച്ച് റെമഡീസ്, അതായത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ, റിലേഷൻഷിപ്പ് വീണ്ടും ഒരു കണക്ഷൻ അതിൽ ബന്ധം സ്ട്രോങ് ആക്കാനായാലും ശരി, ഓക്കെ, പല കാര്യത്തിനും ഞാൻ ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക്, ഈവൻ കരിയറിന് എല്ലാം വേണ്ടത് ഞാൻ കുറച്ച് റെമഡീസ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സോ അത് ഇന്ന് വാലന്റൈൻസ് ഡേന് എന്തായാലും സ്പെഷ്യലായിട്ട് ഞാൻ രാത്രി തന്നെ അത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പോലെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് ചെയ്യാം. ചെറിയ റെമഡിയാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഇതുപോലത്തെ നിങ്ങൾക്കത് പക്ഷേ മെമ്പർഷിപ്പിലേ കിട്ടുള്ളൂ. ഓക്കെ, മെമ്പർഷിപ്പ് ഉള്ളവർക്ക് കാണാം, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അതിൽ ഞാൻ കുറേ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മെമ്പർഷിപ്പിലേക്ക് വരുമ്പോൾ എനിക്കത് പ്രത്യേകം എടുത്ത് കാണും, നിങ്ങളുടെ മെസ്സേജസ് കാണാനും അത് കുറച്ച് റിപ്ലൈ തരാനും ഒക്കെ എനിക്ക് സാധിക്കും. സോ പ്ലീസ് ട്രൈ ടു ജോയിൻ. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് ഞാൻ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഞാനെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ, സോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ അവരെന്താ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, face what's hidden, truth will set you free, love shouldn't feel this heavy. Your soul shines brighter than the stars. With you I feel protected, cherished. ഒന്നുകൂടി എടുക്കാം. വിത്ത് യു ഫോർ എവർ ഫീൽസ് റിയൽ. വെരി നൈസ്. ഓക്കെ, സി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഫേസ് വാട്ട്സ് ഹിഡൻ, ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വാട്ട് ഇസ് ഹിഡൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഈ റീഡിങ്ങിൽ ഞാൻ എടുക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങൾ വരുന്നത് എന്ന് അവർ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന പോലെ, അതായത് അവരുടെ ഉള്ളിലുള്ള ബ്ലോക്സ്, സ്വയം അവനവൻ്റെ ഉള്ളിലുള്ളത് അതായിരിക്കാം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഇടയിൽ പ്രോബ്ലംസ് ആയിട്ടുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രീതിക്ക് തോന്നുന്നുണ്ട്. ചില കാര്യങ്ങൾ ഹിഡൻ അവർ മനസ്സിലാക്കുമ്പോൾ, സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മേ ബി നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അവർ തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് അവർക്ക് അത് മനസ്സിലായാൽ, അതായത് തേർഡ് പാർട്ടിയാണ് ഇവിടെ പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും, അല്ലേ? സോ ഇവിടെ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ എന്നാണ് പറയുന്നത്. സോ അവരെന്തോ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചുറ്റുപാട് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് തടസ്സം എന്നൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, ലവ് ഷുഡൻ ഫീൽ ദിസ് ഹെവി എന്ന് പറയുന്നുണ്ട്. അതായത് അവർക്ക് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയ സെപ്പറേഷനോ അകൽച്ചയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം, നിങ്ങളുടെ ഇടയിൽ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. സോ അവർ പറയുന്നത് ലവ് ഷുഡൻ ഫീൽ ഹെവി. അതായത് നമ്മളൊരു ബന്ധത്തിലാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അതിൽ സമാധാനം, പീസ്, അല്ലേ? ഒരു ലൈറ്റായിട്ട് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ ഇവിടെ പേഴ്സൺ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഹെവിനെസ്, ഓക്കെ, എവിടെയോ ആക്ച്വലി ഇവിടെ ഈ ബോട്ടിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ചങ്ങലയാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് ശരിക്കും എന്തോ തടസ്സമുണ്ട് എന്ന രീതിക്കാണ്. മേ ബി അവർ തന്നെ മനസ്സിലിട്ട് റിലേഷൻ ഫീലിങ്സ് തുറന്നു പറയാത്ത കാര്യങ്ങളായിരിക്കാം. അത് അവരെ മനസ്സിലൊരു ഭാരമാവുന്നതായിരിക്കാം. ഇവിടെ ഒരു എന്തോ കാര്യം ഇങ്ങനെ നിങ്ങളുടെ ബന്ധത്തിന് പിടിച്ചു വെക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്, പുറകോട്ട് വലിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. സോ ഇവിടെ ഒരു ഹെവിനെസ് ഉണ്ട് എന്ന രീതിക്കാണ്. നമ്മളിവിടെ രക്ഷപ്പെടാൻ നോക്കുന്ന പോലെയാണ്, അല്ലേ? ഈ ബോട്ട് എങ്ങനെയാണ് ബോട്ടിനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഫ്രീ ആയിട്ട് ഒഴുകും. പക്ഷെ ഇവിടെ എന്തോ ഇങ്ങനെ പാസ്റ്റിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിലെ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. ആൻഡ് ആ തടസ്സം അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ എന്താ ശരിയാവാത്ത, എന്താ ബെറ്റർ ആവാത്ത, എന്താ ഒരു സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എന്ന് അവരും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെവിനെസ് അവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അവരും പറയുന്നത് നമുക്ക് പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൂടെ എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യുവർ സോൾ ഷൈൻസ് ബ്രൈറ്റർ ദാൻ ദ സ്റ്റാർസ്. എവിടെയോ നിങ്ങളുടെ സോളിൻ്റെ ഒരു ഷൈനിങ് ഒക്കെ അവർ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ.
ഓക്കെ, നിങ്ങൾ എന്ത് കാര്യത്തിൻ്റെ ഇടയിലും നിങ്ങളുടെ ഒരു പ്രകാശം എന്ന് പറയില്ലേ, നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ പ്രകാശമാണത്, വേറൊന്നുമല്ല, ആ സോളിൻ്റെ പ്രകാശമാണ്. ഓക്കെ, നിങ്ങൾ എവിടെയോ നിങ്ങളുടെ ഹീലിംഗ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അൺകണ്ടീഷണൽ നിങ്ങളുടെ ആ സ്നേഹം കൊണ്ടായിരിക്കാം, എവിടെയോ നിങ്ങളുടെ സോൾ കണക്ഷൻ കൊണ്ടായിരിക്കാം. ഓക്കെ, എവിടെയോ നിങ്ങളുടെ സോള് അതിൻ്റെ ഷൈൻ അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, എല്ലാ സ്റ്റാർസിനെക്കാട്ടിലും നിങ്ങളുടെ സോള് വളരെ മനോഹരമാണ്, അല്ലെങ്കിൽ ഷൈൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അവർ കാണുന്നത്. ആൻഡ് അവർക്ക് അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അവർക്ക് ആ ഒരു സ്നേഹമൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത് നിങ്ങളുടെ പവർ കൊണ്ടാണത്. ഓക്കെ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പവറാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിത്ത് യു ഐ ഫീൽ പ്രൊട്ടക്റ്റഡ് ആൻഡ് ചെറിഷ്. എവിടെയോ നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നതായിട്ട്, നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട്, നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിക്കുന്നതായിട്ട് എല്ലാം അവർക്ക് ഫീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഒരു കോസി ഫീലിംഗ്, നമ്മളൊരു നല്ല ഒരു വോം ഫീലിംഗ്, ഒരു സ്നേഹത്തോടെയുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് വരുന്നത്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ തന്നെ അവർക്ക് വളരെയധികം നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ടാവും, നിങ്ങൾ ചെയ്യുന്നുണ്ടാവും പലതും. ഓക്കെ, അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്, ചെറിഷ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ജെൻസ് ആയാലും ലേഡീസ് ആയാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എടുത്തോളാം. ആൻഡ് വിത്ത് യു ഫോർ എവർ ഫീൽസ് റിയൽ. നിങ്ങളുമായിട്ടുള്ള അവർ ആലോചിക്കുമ്പോൾ ഇതുവരെ മേ ബി അവർ ഒരു ബന്ധത്തിനെയും അവർ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ജന്മങ്ങൾ എന്നൊന്നും ചിന്തിച്ച് കാണില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് എവിടെയോ ആ ഫോർ എവർ എന്നുള്ള ആ ഒരു ഫീലിംഗ് അവരുള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, എപ്പോഴും ജന്മജന്മാന്തരങ്ങൾ അല്ലെങ്കിൽ ലൈഫ് ലോങ് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം ജന്മങ്ങൾ എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ അവർക്കത് വേണം എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ യെസ്, അതൊക്കെ സത്യങ്ങളാണ് എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സോൾ കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നു എന്ന രീതിയിലാണ്. അവർ പക്ഷേ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ എം ലോസ്റ്റ് എന്ന് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ ഈ തടസ്സങ്ങളായിരിക്കാം, ഈ തടസ്സങ്ങൾ കാരണം അവർക്ക് എന്താണ് എന്ന് അറിയുന്നുമില്ല. ഓക്കെ, ലെറ്റ്സ് സീ കുറച്ചുകൂടി. You have pushed me to be my best self. Very nice. Okay. Letting go is sometimes the kindest choice. Let's rebuild what we lost. Good. No time or distance can break our connection. No challenge is too big for us to overcome. I'm learning to open my heart once more. Yes, very good. ലവ് ടേക്സ് എഫർട്ട് ഫ്രം ബോത്ത് ഓഫ് അസ്. ഇതാണ് ഏറ്റവും കൂടുതൽ അവർ മനസ്സിലാക്കുന്നത്. വെറുതെ ഒരു ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ ഒരാൾ മാത്രം ശ്രമിച്ചാൽ പോരാ, രണ്ട് ഭാഗത്തു നിന്നും എഫർട്ട് വേണം എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് ഐ എം ലേണിംഗ് ടു ഓപ്പൺ മൈ ഹാർട്ട് വൺസ് മോർ എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി പാസ്റ്റിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ചിലത് തടഞ്ഞു നിർത്തുന്നുണ്ട്. സോ മേ ബി അവർക്ക് പാസ്റ്റിലുണ്ടായ ചില സംഭവങ്ങളായിരിക്കാം, വേദനകളായിരിക്കാം. അതുകൊണ്ട് അവർക്ക് സ്നേഹിക്കാൻ തന്നെ പേടിയാണ്. ഓക്കെ, സ്നേഹത്തിന് പേടിയായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി ഈ ഫോർ എവർ ഞാൻ പറഞ്ഞു, അവർ ഇതുവരെ ഏതൊരു ബന്ധത്തിലും അവർ അത്രത്തോളം അങ്ങനെ ഒരു ഫുൾ ലൈഫ് എന്ന രീതിക്കൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. ഈവൻ മാരീഡ് ആണെങ്കിൽ പോലും. ഓക്കെ, അവർക്ക് എപ്പോഴും ഒരു പുറകോട്ട് ഒരു സ്റ്റെപ്പ് അവരെപ്പോഴും പുറകോട്ട് നിൽക്കുന്ന പോലെയാണ്. ബട്ട് നിങ്ങളുമായിട്ട് അങ്ങനെയല്ല, അവർ ഫുള്ളി അവരുടെ ആ ഒരു ഹാർട്ട് ഓപ്പൺ ചെയ്യുന്ന പോലെയാണ്. നമ്മൾ സ്നേഹിക്കാനും ട്രസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും എഫേർട്ട് ഇടാനും എല്ലാത്തിനും അവർ ഓപ്പൺ ആവുന്ന പോലെയാണ്. ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന പോലെയാണ്. സ്നേഹിക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരാളോട് അത്രത്തോളം സ്നേഹം തോന്നുമ്പോൾ നമ്മൾ ഹാർട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ വേദനിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്, അല്ലേ? അപ്പോൾ അതൊരു വലിയൊരു റിസ്ക്കാണ് നമ്മളൊക്കെ എടുക്കുന്നത്, എല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരും പക്ഷേ ആ ഒരു റിസ്ക് എടുക്കാൻ ഇപ്പോൾ തയ്യാറാവുന്നുണ്ട്. ഒരു ജനൽ തുറക്കുന്ന പോലെയാണ്, അല്ലേ? ഓക്കെ, അവർ മനസ്സ് തുറന്നിടുന്ന പോലെയാണ്. യുവർ ലവ് പുഷസ് മീ ടു ബി മൈ ബെസ്റ്റ് സെൽഫ്. നിങ്ങളുടെ സ്നേഹം അവരുടെ ബെസ്റ്റ് സെൽഫ് ആവാൻ നിങ്ങൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവരുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ. ഓക്കെ, ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെയുള്ള തടസ്സങ്ങളുണ്ടാവും. ഓക്കെ, അതിനെയൊക്കെ മാറ്റിയെടുത്ത് അവരെ കൂടി ധൈര്യം കൊണ്ടുവരാൻ, അവരെ കറേജ് ലൈഫിനെ ഫേസ് ചെയ്യാൻ, അവരെ ലൈഫിൽ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടെല്ലാം നിങ്ങൾ അവരെ പുഷ് ചെയ്യുന്ന, നിങ്ങൾ വേണം വെച്ച് ചെയ്യുന്നതല്ല, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ബട്ട് നിങ്ങളുടെ ഒരു മേ ബി നിങ്ങൾ ഈ ഷൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു, മേ ബി നിങ്ങളുടെ ലൈഫിൽ ഷൈൻ ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ലൈഫ് പലതും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. സോ അവരും ഇപ്പോൾ അതെല്ലാം അവരും അവരുടെ കുറച്ചുകൂടി ബോൾഡ് ആവാൻ, സ്ട്രോങ് ആവാൻ, അവരുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, അവരെ കുറെ കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് അവർ സ്വയം ശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലെറ്റിംഗ് ഗോ ഇസ് സംടൈംസ് എ കൈൻഡസ്റ്റ് ചോയ്സ്. മേ ബി നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരത് നിങ്ങളെ വേണ്ടാതെ ചെയ്യുന്നതല്ല. ഓക്കെ, അവർക്ക് തോന്നുന്നത് അവർ എപ്പോഴും എവിടെയോ അവരുടെ ഉള്ളിൽ ചില കുറവുണ്ട് എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ്, നിങ്ങളെ ഒരു ഹയർ ലെവലിലേക്ക് കാണുന്ന പോലെയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നുന്നത് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്ന ഒരു സാക്രിഫൈസ് പോലെയാണ് എനിക്ക് കാണുന്നത്. അവർക്ക് മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരാൻ സാധിക്കില്ല എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം. എനിവേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം. ലെറ്റ്സ് റീബിൽഡ് വാട്ട് വി ലോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ടോ, ഇത് മാത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈഫിലെ നിറങ്ങളൊക്കെ വാർന്നു പോയ പോലെയാണ്.
നിറങ്ങളൊന്നും ഇല്ലാതെ ആയ പോലെയാണ്. സോ അവരുടെ ലൈഫിൽ നിങ്ങളില്ലെങ്കിൽ ഓക്കെ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണ് വരുന്നത്. എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോയ പോലെ. ഓക്കെ അതിനെ വീണ്ടും നമുക്ക് റീബിൽഡ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ നമുക്ക് വീണ്ടും ശ്രമിക്കാം, വീണ്ടും നമുക്ക് എല്ലാം ശരിയാക്കാൻ ശ്രമിക്കാം എന്ന രീതിയിൽ പറയുന്നുണ്ട്. കാരണം അവർക്ക് ആഗ്രഹമുണ്ടത്. നോ ടൈം ഓർ ഡിസ്റ്റൻസ് ക്യാൻ ബ്രേക്ക് അവർ കണക്ഷൻ. ഓക്കെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എത്ര ദൂരെ, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, ദൂരെയാണെങ്കിലും ശരി, വിട്ട് നിൽക്കുകയാണെങ്കിലും ശരി, ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും ശരി, ഓക്കെ വേറെ വേറെ സ്ഥലങ്ങളിലാണെങ്കിലും ശരി, ഈവൻ നിങ്ങൾ തമ്മിൽ സംസാരമില്ല, കോൺടാക്റ്റ് ഇല്ല, എന്തുണ്ടെങ്കിലും ഓക്കെ അവർ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം, കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്, അത് ബ്രേക്ക് ആവില്ല എന്നാണ് അവരും പറയുന്നത്. നോ ചാലഞ്ചസ് ടു ബിഗ് ഫോർ അസ് ടു ഓവർകം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനെ ഒന്നിച്ച് നിന്ന് സോൾവ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇവിടെ മഴ പെയ്യുന്നുണ്ട് അല്ലേ, മഴ പെയ്യുന്നുണ്ട്, കുടയിൽ 2 പേര് നിൽക്കുന്നുണ്ട്. സോ അവർ പറയുന്നത് നമുക്ക് ഈ മഴ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോം നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഒന്നിച്ച് മറികടക്കാൻ ശ്രമിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ എന്ത് ചാലഞ്ചും നമുക്ക് വലുതല്ല, നമ്മളെ സ്നേഹത്തിനേക്കാൾ വലുതല്ല എന്ന രീതിക്കാണ്. നമുക്ക് വീണ്ടും റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം എന്നവർ പറയുന്നുണ്ട്. ഓക്കെ കുറച്ച് കാർഡ്സ് ഇതിൽ നിന്ന് എടുത്തേക്കാം. വിസ്ഡം അഗൈൻ, വാവ് ഇത് കണ്ടു. ഇവിടെ നമ്മൾ പറഞ്ഞ വാട്ട് ഈസ് ഹിഡൻ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെയും അത് തന്നെയാണ്, വിസ്ഡം സെയിം, എന്തോ ഒരു കാര്യം മനസ്സിലാക്കുന്ന പോലെയാണ് പറയാം. ഇൻ്റലിജൻസും വന്നു, വിസ്ഡമും വന്നു, വെരി നൈസ്. ആൻഡ് ആക്സിഡൻറ്റ്, ഓണർ, വെരി നൈസ്. ഫയർ, ഓക്കെ. ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ എന്തോ കാര്യങ്ങൾ അഗൈൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 2 കാർഡുണ്ട്, വിസ്ഡം ആൻഡ് ഇൻ്റലിജൻസ് രണ്ടും കാണുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ഈ ബന്ധത്തിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നതായിട്ടും എന്തൊക്കെയാണ് ഇവിടെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതായിട്ടും ഓക്കെ കുറേ കാര്യങ്ങൾ അവരുടെ തിരിച്ചറിവ് വരുന്ന പോലെയാണ്. ഓക്കെ ഇൻ്റലിജൻസും ഉണ്ട്, വിസ്ഡമും ഉണ്ട്, രണ്ടും ഉണ്ട്. സോ പഠിപ്പിൻ്റെ ബുക്കിൻ്റെ നോളജ് മാത്രമല്ല, അവർ നമ്മൾ കോമൺ സെൻസ് കൂടി എന്ന് പറയില്ലേ, അതുകൂടി ഓക്കെ അവർ രണ്ടും അത് അവരെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പല കാര്യങ്ങൾ ആക്സിഡൻറ്റ് കാണുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം വന്നത് എന്നവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ മേ ബി അത് വേറെ ആരെങ്കിലും കാരണമായിരിക്കാം, ഓക്കെ തേർഡ് പാർട്ടി കാരണമായിരിക്കാം, വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സത്തിന് നമ്മൾ ഈ ആക്സിഡൻറ്റ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എന്തുകൊണ്ടാണ് എന്നവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ അതിനെന്താണ് ചെയ്യേണ്ടത്, ഇനി ശരിയാക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ശ്രമിക്കുന്ന പോലെയാണ്. ആൻഡ് ഓണർ എന്ന് പറയുന്നുണ്ട്. ഒന്ന് യെസ് നിങ്ങളെ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഒരു ഹൈ സ്റ്റാൻഡേർഡിൽ അവർ കാണുന്നുണ്ട്. ഓക്കെ ഇവിടെ നിങ്ങൾക്കൊരു സ്ഥാനം തരുന്നുണ്ട് അവരുടെ മനസ്സിൽ. ആൻഡ് അത് മാത്രമല്ല അവരും ആക്ച്വലി ഓണറബിൾ തിങ് ചെയ്യാൻ ശ്രമിക്കുക, അതായത് ന്യായമായത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഒരു ജസ്റ്റിസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളോട്. എന്ന് മാത്രമല്ല ഒരു ഓണറബിൾ തിങ് എന്ന് പറയും, അതായത് നമ്മൾ ന്യായമായിട്ട് നിങ്ങളെ മേ ബി സ്വീകരിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളോടുള്ള കണക്ഷൻ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിക്കാണ്. കിങ് എനർജിയാണ്, കിങ് മെച്യൂരിറ്റിയോടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാം എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ നിങ്ങൾക്ക് തരേണ്ട ഒരു സ്ഥാനം നിങ്ങൾക്ക് തരുന്നുണ്ട്, അവർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഫയർ ഉണ്ട്, യെസ് നിങ്ങളോടുള്ള ഒരു ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനുശേഷമായിരിക്കാം, അല്ലെങ്കിൽ ആ സെപ്പറേഷനിലായിരിക്കും അവർ ചിന്തിച്ചത് ചില കാര്യങ്ങൾ, ഇവിടെ എവിടെയോ ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്ന രീതിയിലാണ്. അവരുടെ ഉള്ളിൽ വീണ്ടും ഒരു ഫയർ വരുന്ന പോലെയാണ്, വീണ്ടും ഒരു പാഷൻ വരുന്ന പോലെ. നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല, വീണ്ടും ഒന്നിക്കണം എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ വീണ്ടും ആ ഒരു ഫയർ സ്റ്റാർട്ട് ആവുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു തീപ്പൊരി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ഓക്കെ ഇല്ല റിലേഷൻ ബെറ്റർ ആക്കണം, നമുക്ക് കുറെ കൂടി നല്ലോണം മുന്നോട്ട് പോകണം എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്ന പോലെയാണ്. കീ, ഓക്കെ കീ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ എന്ന് എടുക്കാം നമുക്ക്. ഓക്കെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അതിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടും എന്നാണ് നിങ്ങൾക്ക്. അത് മാത്രമല്ല എനിക്ക് ഇവിടെ മെയിൻ ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ യു ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട്, ആ ഡയലോഗ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. സോ യെസ് നിങ്ങൾ അവരുടെ ഹാർട്ടിൻ്റെ കീ നിങ്ങളുടെ കയ്യിലാണ് എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ സോ ഇതിവിടെ ഇന്ന് നിങ്ങളുടെ ബന്ധം അവർ മനസ്സിൽ നിങ്ങൾക്കിത് അവർ റിലേഷൻഷിപ്പ് വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. റൊമാൻസ് ഏഞ്ചൽസ് കൂടി എടുത്തേക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് ലെറ്റ്സ് സീ. ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ നിങ്ങളോട് പറയുന്നുണ്ട് ട്രസ്റ്റ് വെക്കൂ. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല അല്ലേ, പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കൂ, ഈ ബന്ധത്തിൽ ട്രസ്റ്റ് വെക്കൂ എന്നും പറയുന്നുണ്ട്. ഓക്കെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് അതാണ് മെയിനായിട്ട്. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. ഓക്കെ വെരി നൈസ്. നിങ്ങളോട് പറയുന്നുണ്ട് കുറച്ച് യെസ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പേഴ്സൺ ചില നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ വ്യക്തിയുടെ സ്വഭാവം, ചില ക്യാരക്ടേഴ്സ്, ചില കാര്യങ്ങളൊക്കെ. ഓക്കെ യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു വ്യക്തി ആയിരിക്കില്ല ചിലപ്പോൾ. അവർക്ക് ചില അവർ നിങ്ങൾ വിചാരിക്കുക ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു പേഴ്സൺ, ഓക്കെ അല്ലെങ്കിൽ നമ്മളോട് കെയറിങ് ആയിട്ട് നിൽക്കണം, സംസാരിക്കണം എപ്പോഴും. ചിലപ്പോൾ ആ പേഴ്സൺ അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ് ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ. സോ കുറച്ചൊരു ഓപ്പൺ മൈൻഡ് വെക്കൂ എന്ന് പറയുന്നുണ്ട്. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്, യെസ് പേഴ്സണിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അവരുടെ ഫാമിലിയിൽ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടെ ഇടയിൽ തടസ്സങ്ങൾ കാണുന്നത്.
ഫ്ലേർട്ട്. ഓക്കെ, ഒന്നുകൂടി എടുത്തേക്കാം. ലാസ്റ്റ് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. ഓക്കെ, ഇറ്റ്സ് സേഫ് ഫോർ യു ടു ലവ് എന്ന് പറയുന്നുണ്ട്. സേ നിങ്ങളോടും പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ ഹാർട്ട് ഓപ്പൺ ആക്കാൻ പറയുന്നുണ്ട്. നിങ്ങളും ഇതിനൊരു അവസരം കൊടുക്കാം എന്ന രീതിയിലാണ്. ട്രസ്റ്റ് ചെയ്യാം ഈ ബന്ധത്തിനെ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്യൂ എന്നാ പറയുന്നത്. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, ബട്ട് എല്ലാം ഓക്കെ ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. ഫ്ലേർട്ട് എന്ന് പറയുന്നുണ്ട് എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഇത് പേഴ്സണുമായിട്ട് നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ ഒരുപാട് സീരിയസ് ആയിട്ടൊക്കെ നിൽക്കാതിരിക്കുക. കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്തൊക്കെ സംസാരിക്കൂ. അതുമാത്രമല്ല നിങ്ങളോടും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറയുന്ന പോലെ എടുക്കാം. ആൻഡ് ഇവിടെ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ, നിങ്ങൾ തമ്മിൽ ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്താണ്, നിങ്ങളുടെ മനസ്സിലെന്താണ്, പേഴ്സൻ്റെ മനസ്സിലെന്താണ്, നിങ്ങൾ തമ്മിലൊരു ഡീപ്പ് കോൺവെർസേഷൻ ഇവിടെ ആവശ്യമുണ്ട്. തുറന്ന് സംസാരം ആവശ്യമുണ്ട്. ഇരുന്ന് സംസാരിക്കുക, അതും കുറ്റപ്പെടുത്തി സംസാരിക്കില്ലല്ലോ. എപ്പോഴും നമ്മളുടെ പ്രശ്നമൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ അവിടെ അപ്പം തന്നെ അതിൽ കുറ്റപ്പെടുത്തൽ വരും. നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ എന്തിനാ ചെയ്ത്, ആ ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും വരാതെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ കാര്യം പറയണം. യെസ്, വേണം, എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയണം. ബട്ട് അതെങ്ങനെ പറയണം, അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരാളെ നമ്മൾ, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് നമ്മുടെയൊക്കെ പെരുമാറ്റം നമ്മൾ അങ്ങനെയാണ്. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഡിഫെൻസീവ് ആയി പോകും. ഓക്കെ, കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു എന്ന രീതിക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം കയറുന്ന അതായിരിക്കും. സോ അവിടെ നിങ്ങൾ പറയണ പോയിന്റ് നിങ്ങൾക്ക് എങ്ങനെ പറയണം എന്നുള്ളതാണ്. ഓക്കെ, അവരോട്, അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത കാര്യം എനിക്കിങ്ങനെ ഹേർട്ടായി, എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെ അവരെന്ത് ചെയ്തു അതൊന്നും നമ്മൾ മെൻഷൻ ചെയ്യാൻ മീൻസ് അവർ ചെയ്തത് ഒരു തെറ്റാണ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത ഒരു കാര്യം, നിങ്ങളത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ആ ചെയ്ത ഒരു കാര്യം എനിക്ക് വേദനിച്ചു എന്ന് മാത്രം, അത് നിങ്ങളുടെ ഭാഗം മാത്രം നിങ്ങൾ പറയാം. എനിക്കിത് ഹേർട്ടായി എന്ന് നിങ്ങൾ പറയാം. ആൻഡ് ലെറ്റ് ദാറ്റ് പേഴ്സൺ എക്സ്പ്ലെയിൻ. അവർ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, അവരത് എന്തുകൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ അവരത് തിരിച്ചറിയട്ടെ. ദാറ്റ് അവർ ചെയ്ത ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്തത് എന്ത് തന്നെ ആയാലും ഓക്കെ, അത് നിങ്ങളെ വേദനിപ്പിച്ചു എന്നവർ മനസ്സിലാക്കട്ടെ, അത്രമാത്രം. അവർ ചിലപ്പോൾ പറഞ്ഞേക്കാം ദാറ്റില്ല, നിങ്ങളുടെ തോന്നലാണ്, അങ്ങനെ വേദനിക്കാൻ പോലെ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ ആയിരിക്കാം, നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ചിന്തിച്ചത്, പക്ഷെ എനിക്കിതെങ്ങനെയാണ് തോന്നിയത്, എൻ്റെ ഉള്ളിൽ ഇന്ന കാര്യമാണ് വന്നത്. അങ്ങനെ നിങ്ങൾ ആദ്യം വേണ്ടത് ക്ഷമയാണ്, പേഷ്യൻസാണ്. ഓക്കെ, ശാന്തതയാണ്. അങ്ങനെ നിങ്ങൾ സംസാരിക്കാൻ പഠിച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ അവസരം കൊടുക്കുക കുറച്ച് പേഴ്സണിനെ എന്ന് പറയുന്നുണ്ട്. ബട്ട് ഓരോരുത്തരെയും സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഡീൽ ചെയ്യാം. ഒരുപാട് ടോക്സിക് ഒക്കെ ആണെങ്കിൽ നോക്കിയിട്ടൊക്കെ കേട്ടോ. ഓക്കെ, എനിവേ എന്തായാലും നമുക്കിവിടെ വാലന്റൈൻസ് ഡേ ആക്ച്വലി പേഴ്സൺ യെസ് നിങ്ങളവിടെ ആ ഫീലിങ്സ് ഒക്കെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സും പറയുന്നുണ്ട് യെസ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആണ് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് എല്ലാവരും റിച്വൽ റെമഡീസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ഹാപ്പി വാലന്റൈൻസ് ഡേ.